ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് നല്ലൊരു ചിക്കൻ മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനാദ്യം വേണ്ടത് വലിയ ഉള്ളിയാണ്. വലിയ ഉള്ളി നല്ല ചെറുതായിട്ട് അരിഞ്ഞ് വെക്കണം. അതുപോലെ നമുക്ക് വേണ്ടത് ക്യാപ്സിക്കാണ്. ക്യാപ്സിക്കം അതുപോലെ തന്നെ ചെറിയതായ രീതിയിൽ അരിഞ്ഞ് വെക്കണം. പിന്നെ നമുക്ക് വേണ്ടത് മല്ലിയാണ്. അത് മല്ലീൻ്റെ ഇല അതുപോലെ ചെറുതായ രീതിയിൽ അരിഞ്ഞെടുത്തിട്ട് മൊത്തത്തിൽ നമുക്ക് മിക്സ് ചെയ്യാണ് വേണ്ടത്. നമുക്ക് അതിലേക്ക് ആവശ്യമായ ചിക്കൻ നല്ല രീതിയിൽ നല്ല കഴുകിയിട്ട് നല്ല കട്ട് ചെയ്തിട്ട് റെഡിയാക്കി വെക്കാം. നമുക്ക് അതിന് വേണ്ട മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചതിലേക്ക് മുളക് പൊടി, അതുപോലെ ഗരം മസാല, ചെറിയ ജീരകം, കുരുമുളക്, പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ നാരങ്ങൻ്റെ ജ്യൂസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അല്പം സൺഫ്ലവർ ഓയിലും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു കളർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇത് റെഡ് കളറാണ്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് മാഗി ക്യൂബ്സ് ആണ്. അത് ഒരു 3 ക്യൂബ്സ് ഇതിൽ ചേർക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മസാല നല്ല പോലെ മിക്സ് ചെയ്തിട്ട് റെഡിയാക്കി വെക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മുടെ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ടിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ചിക്കൻ ഇതിലേക്ക് ഇടുന്നതിന് മുമ്പ് നല്ല പോലെ അതിൻ്റെ മുകളിൽ വരയൊക്കെ ഇട്ടിട്ട് ഉള്ളിലേക്ക് മസാല പിടിക്കാൻ തക്കത്തോണം വരയൊക്കെ ഇട്ടിട്ട് വേണം ഇതിലേക്ക് ഇട്ട് മിക്സ് ചെയ്യാൻ. അപ്പം നമ്മളെ മസാലയൊക്കെ നല്ല പോലെ ചിക്കനിൽ തേച്ച് പിടിപ്പിച്ചിട്ട് നല്ല പോലെ വെച്ചിട്ടുണ്ട്. അതൊരു 20 മിനിറ്റ് നമുക്ക് അത് പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അതായിട്ട് നമുക്ക് അരി നല്ല പോലെ കഴുകി വൃത്തിയാക്കി വെക്കണം. നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് നല്ല പോലെ തയ്യാറാക്കി വെച്ച ആ മസാല നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് അതിനുശേഷം നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ച ആ ഒരു ചിക്കന് എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ആ ചിക്കന് എല്ലാം അതിൻ്റെ താഴെ തട്ടിൽ തന്നെ വെക്കുന്ന രീതിയിൽ അത് ഈ പാത്രത്തിലേക്ക് നമുക്ക് അടുക്കി വെക്കണം. അതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വേവ് ക്ലിയർ ആവില്ല. എന്നിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞതിന് ശേഷം അത് ഒന്ന് അടി വെന്തതിന് ശേഷം അതൊന്ന് മറിച്ചിട്ട് അതൊന്ന് ക്ലിയർ ആക്കി കൊടുക്കണം. ഒരു ഭാഗം വെന്തിട്ടുണ്ട്, നമുക്ക് അത് മറിച്ചിട്ട് കൊടുക്കാം. മറ്റേ ആ ഒരു ഭാഗം പാടി അതിലേക്ക് വെന്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള മസാല റെഡി ആയിട്ടുണ്ട്, ഏകദേശം റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഇനി നമുക്കത് മാറ്റി വെക്കാം. ഇനി നമുക്ക് അരി അടുപ്പത്ത് വെക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാത്രത്തിൽ വെള്ളം നിറച്ചതിന് ശേഷം
അതിലേക്ക് ഏലക്ക, ജാതിപത്രി, ഈ കറാമ്പൂ, അതുപോലെ ഉണക്കനാരങ്ങ എന്നിവയെല്ലാം ഇട്ട് കൊടുക്കുക. പിന്നീട് അതിലേക്ക് സൺഫ്ലവർ ഓയിലും അതുപോലെ ആവശ്യത്തിന് ഉപ്പും ഇട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ അരി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ഹാഫ് വേവിൽ നമുക്ക് നമ്മുടെ അരി വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അരി ഹാഫ് വേവിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അത് നമ്മുടെ മസാലയ്ക്ക് മുകളിലോട്ട് ഇട്ട് സെറ്റാക്കി വെക്കാം. ഇനി അതിന് മുകളിൽ നമുക്ക് പച്ചമുളക് കട്ടിയൊന്നും ചെയ്യാതെ നേരെ അതിലേക്ക് കുത്തി ഇറക്കി ചുറ്റുപാടും അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മന്തിയുടെ ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞപ്പൊടി വെള്ളത്തിൽ കലക്കിയിട്ട് അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മന്തി ദമ്മ് ചെയ്യാൻ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ചാർക്കോൾ നമുക്ക് ചൂടാക്കി എടുക്കാം. അതിനുശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് ആ ചാർക്കോൾ ഇട്ടതിന് ശേഷം അത് ആ ഒരു ചോറിൻ്റെ മുകളിൽ മന്തിയുടെ മുകളിൽ നമ്മൾ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതിൽ നിന്നൊരു പുക വരും. ആ പുക പുറത്തേക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് അടച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നല്ല കനമുള്ള എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ദമ്മ് ചെയ്യാം. ഇനി നമുക്ക് തീ ഒരു ലോ ഫ്ലെയിമിൽ ചെറിയ രൂപത്തിൽ വെച്ചിട്ട് നമുക്കൊരു 15 മിനിറ്റ് നമുക്കത് ദമ്മാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. സമയത്ത് നമുക്ക് അതിലേക്ക് വേണ്ടത് നല്ലൊരു ചട്നി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ തക്കാളി നല്ല ചൂടാക്കി വെച്ചതിന് ശേഷം അതിലേക്ക് ഉള്ളി, അതുപോലെ വെളുത്തുള്ളി, അതുപോലെ കറിവേപ്പില, അതുപോലെ ഉണക്കമുളക് എന്നിവ വെച്ചിട്ട് ഒരു നല്ലൊരു ചട്നി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചട്ടിക്ക് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഉള്ളി ഇട്ട് അതുപോലെ ഈ മിക്സൊക്കെ ചേർത്തതിന് ശേഷം നല്ല പോലെ ഒരു ചെറിയ രീതിയിൽ വാട്ടിയെടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ ആ തക്കാളിയും അതുപോലെ നമ്മൾ ഈ വാട്ടിയെടുത്ത ആ ഒരു മിക്സും മിക്സിയിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് മല്ലിയും അതുപോലെ പച്ചമുളകും ഇട്ടതിന് ശേഷം കുറച്ച് സുർക്ക ഒഴിച്ച് ഉപ്പും ഇട്ട് നല്ല പോലെ അടിച്ചെടുക്കുക. നമ്മുടെ തക്കാളിയും അതുപോലെ നമ്മൾ വാട്ടിയെടുത്ത സംഭവങ്ങളൊക്കെ ഒന്ന് ചൂടാറിയതിന് ശേഷം ഇടുന്നതാവും നന്നാവുക. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ ഇതിലേക്ക് ഇട്ടതാണ്.